നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതാരാ ചേട്ടാ? എനിക്കും മനസ്സിലാവുന്നില്ലല്ലോ. ആ ചേട്ടനാണോ ചേച്ചിയാണോ? അതാണാണോ പെണ്ണാണോ എന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ഹായ് ഹായ് ഹായ്. ഇങ്ങോട്ട് വാ. വാ. ചേച്ചിന്റെ പേരെന്തുവാ? മീനാക്ഷി. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് അശ്വിൻ. എന്റെ പേര് അതിഥി. കൊള്ളാലോ. നിങ്ങൾ ഏത് സ്റ്റാൻഡേർഡിലാ പഠിക്കുന്നത്? ഞാൻ 5th-ലും ഇവള് 3rd-ലും. ആ, അപ്പൊ എനിക്ക് പറ്റിയ ഫ്രണ്ട്സാ. ഇന്ന് മുതൽ നമ്മള് ബെസ്റ്റ് ഫ്രണ്ട്സ്. എന്തു പറയുന്നു? ചേച്ചി ഞങ്ങളുടെ ആരാ? ആ, ഞാൻ നിങ്ങളുടെ ആരുമല്ല, പക്ഷെ ഒരു ചീഫ് ഗസ്റ്റാ. ദേ, ഈ ഔട്ട് ഹൗസിൽ താമസിക്കുക. അശ്വിൻ, അതിഥി, നിങ്ങളിത് എവിടെയാ? ദേ, പൂജയ്ക്കുള്ള സമയായി. പിന്നെ കാണാം ചേച്ചി. ടാറ്റാ. നീ ഇതെന്ത് ഭാവിച്ച? എന്താ, എനിക്ക് എക്സസൈസ് ചെയ്യാൻ പാടില്ലേ? ഇന്ന് ഈ വീടിനകത്തൊരു പൂജ നടക്ക. സർവൈശ്വര്യ പൂജ. അതിന് ഞാനെന്താ വേണം? പൂജ കഴിയും വരെ നീ ഈ വീടിനകത്തുനിന്ന് പുറത്തിറങ്ങരുത്. വേഗം അകത്തേക്ക് പോ. ഇതിനൊക്കെ ഞാൻ എന്തിനാ മുറി അടച്ചിരിക്കുന്നേ? ഞാൻ വന്ന് പൂജ കാണുന്നതിൽ എന്താ തെറ്റ്? നിനക്ക് പുലയുണ്ട്. പുലയോ? അതെന്തുവാ? തർക്കുത്തരം പറയരുത്. നീ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. നിനക്ക് ഈ വീട്ടിലുള്ള ആരുമായിട്ടും ഒരു ബന്ധവും ഇല്ല. നിനക്ക് ആകെയുള്ള ബന്ധം ഞാനുമായിട്ട് മാത്രോ. വീട്ടുകാരുടെ ഐശ്വര്യത്തിന് വേണ്ടി നടത്തുന്ന പൂജയിൽ നീ പങ്കെടുക്കേണ്ട ഒരു കാര്യവുമില്ല. അവരുടെ ഒരു കാര്യത്തിലും നീ ഇടപെടാനും പാടില്ല. ആ, അത് ശരി. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ വീട്ടുകാരുമായിട്ട് ഇടപെട്ട നിങ്ങളുടെ പല രഹസ്യങ്ങളും ഞാൻ അവരോട് പറഞ്ഞു പോകുമെന്ന് നിങ്ങൾക്ക് പേടിയുണ്ടല്ലേ? നിങ്ങൾക്ക് എന്റെ അച്ഛനുമായിട്ട് ഉണ്ടായിരുന്നത് ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ആണല്ലോ. കൊറേ നേരം ഇതിനകത്ത് തന്നെ കിടക്ക. ഹലോ. അതെ, നിങ്ങൾ എന്തിനാ എന്നോട് ദ്രോഹം ചെയ്യുന്നേ? ഞാനൊരു മനുഷ്യജീവിയല്ലേ? നിന്റെ ചില പ്രവർത്തികളെ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതാ. ഞാൻ എന്ത് ഉപദ്രവം ചെയ്തു? മറ്റൊന്നുമല്ല, ഇന്ന് ചെമ്പകമംഗലത്ത് ഒരു വലിയ പൂജ നടക്കുന്നതാ. നീ പുറത്തു വന്നാലേ നീ അതിന് തടസ്സം ഉണ്ടാക്കും. ഞാൻ ഒരു തടസ്സം ഉണ്ടാക്കില്ല. തൽക്കാലം നിന്നെ ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് പൂജ കഴിയുന്നത് വരെ നീ അകത്ത് കിടക്ക. എന്നെ പുറത്തു വിടണം. ഞാൻ എങ്ങോട്ടെങ്കിലും പോയേക്കാം. നീ എങ്ങോട്ടും പോകുന്നില്ല. അല്ല, ഇതിന് ഇവർക്കിട്ടൊരു പണി കൊടുത്തേ പറ്റൂ. ഇവരൊറ്റൊരുത്തി കാരണം എന്റെ അമ്മ മരിച്ചത്. അവരുടെ ഒരു സർവൈശ്വര്യ പൂജ അത് ഞാൻ ശരിയാക്കി കൊടുക്കാം. രാജലക്ഷ്മി അമ്മേ, സർവൈശ്വര്യ പൂജ തുടങ്ങണ്ടേ? തുടങ്ങാം. ഈ കാർത്തിക് എന്താ വരാത്തെ? അവൻ നന്ദിനിയും കൊണ്ടേ വരൂ. ആ വാ, ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. നന്ദിനി വന്നില്ലേ മോനെ? ഇല്ല മുത്തശ്ശി. ഇങ്ങോട്ടിരിക്കൂ, പൂജ തുടങ്ങാം.
നശിപ്പിച്ചല്ലോ അശ്രീകരം. നാശം പിടിച്ചവള് ഇതിനകത്ത് കേറിയത് എന്തിനാ? നിന്നെ ഉണ്ടല്ലോ ഇതിനകത്ത് നാട്ടിച്ച് പുറത്താക്കണം. സാവിത്രി, ഇനി അവളെ തൊടരുത്. പൂജക്കുള്ള നിവേദ്യ പായസമാ തട്ടിക്കളഞ്ഞത്. ഇവളെ ഇന്ന് ഞാൻ വേണ്ട, നിന്നോട് ഇതിനകത്ത് വരരുതെന്ന് പറഞ്ഞല്ലേ. ഇവിടെ വലിയൊരു പൂജ നടക്കുക. ഇവളാണെങ്കിൽ സ്വന്തം അമ്മ മരിച്ച പോലെയുള്ള പെണ്ണും. ഈ പെണ്ണ് മഹാ അഹങ്കാരിയാ. ഇവളെയൊക്കെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചവരാ ഇതിന് മറുപടി പറയേണ്ടത്. ഞാൻ നിന്നോട് പ്രത്യേകം പറഞ്ഞതല്ലേ നന്ദിനി? എന്നിട്ട് നീ എന്താ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറുന്നത്? ഇവരെ ആരെങ്കിലും ഒരു രണ്ടെണ്ണം പറയുന്നത് കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം എന്റെ അമ്മയും. നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? അത് അമ്മ, ഞാൻ ഇവളോട് പറഞ്ഞതാ ഇങ്ങോട്ടേക്ക് വരരുതെന്ന്. പറഞ്ഞിട്ടാണ് വന്നിരുന്നെങ്കിൽ അതിന്റെ പേരാണ് ധിക്കാരൊന്നും. ഈ പെണ്ണിനെ കണ്ടറിയാം ഇവള് ധിക്കാരിയാണെന്ന്. അടക്കോ ഒതുക്കോ ഇല്ലാത്ത ഈ പെണ്ണിനെ ഇങ്ങനെ ആക്കുന്നതേ ദേ ഇവളാ. ഇവര് തമ്മിലെ എന്തോ ഒരു രഹസ്യമുണ്ട്. എന്ത് രഹസ്യം? നിവേദ്യ പായസം തറയിൽ തെറിച്ച് വീണത് നിന്റെ അശ്രദ്ധ കൊണ്ടല്ലേ? ഇവളെ കൺട്രോൾ ചെയ്യേണ്ടത് ഈ നന്ദിനിയല്ലേ? ദേ, ഇനി നീ സംസാരിച്ചാൽ കൺട്രോൾ നഷ്ടപ്പെടുന്നത് എന്റെ ആയിരിക്കും. എന്നാലും ഇവള് കേറി വന്ന് ഈ പൂജയൊക്കെ അങ്ങ് മുടക്കിയല്ലോ. മഹാ കഷ്ടായിപ്പോയി. സർവൈശ്വര്യ പൂജ തുടങ്ങിയ പിന്നെ ഇതിനകത്ത് പ്രശ്നങ്ങളാണല്ലോ. എന്താ ഇത്? ഈ കുട്ടി എന്താ ഈ കാട്ടിയേ? അവൾക്കതിന്റെ ഗൗരവം മനസ്സിലായില്ല. അറിയാവുന്നവരാണെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ടില്ല. അതാ ഈ കുഴപ്പം. പോലെയുള്ള പെണ്ണ് പൂജക്കിടയ്ക്ക് വന്നതുകൊണ്ട് എന്തായാലും ഈ പൂജ ഇനി നടക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.